നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. നമ്മുടെ പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പൗലോസിനെ ഭരമേൽപ്പിച്ചു. വിജാതീയരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആ സുവിശേഷം റോമാധ്യായം മുതൽ തുടങ്ങി ഇപ്പോൾ 1 കൊരിന്തോസ് 13 അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. 13 അധ്യായം 1 വാക്യത്തിൽ പറയുന്നു, ഞാൻ ദേവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അപ്പോൾ ഈ സ്നേഹമില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം? യുഗങ്ങൾക്ക് മുമ്പ് പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ അവിടുന്ന് നമ്മിൽ കൃപ ചൊരിഞ്ഞിരുന്നു. അവിടുന്ന് ചൊരിഞ്ഞിരുന്നത് സ്നേഹമാണ്. ആ ദൈവം നമ്മെ യുഗങ്ങൾക്ക് മുമ്പേ നമ്മിൽ ചൊരിഞ്ഞിരുന്ന ആ സ്നേഹം വീണ്ടും നമ്മിൽ ഉണ്ടായി കാണണം. ആ സ്നേഹമാണ് നമ്മിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെല്ലാം മലകളെ മാറ്റാൻ തക്ക വിശ്വാസമുണ്ടായാലും, പ്രവചനപരമുണ്ടായാലും, ദേവദൂതന്മാരുടെ ഭാഷ അറിയാമെങ്കിലും, എല്ലാം ഉണ്ടെങ്കിലും നീ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം അന്നേ നമ്മിൽ ചൊരിഞ്ഞിരുന്നു ആ സ്നേഹം നമ്മിലുണ്ടായിരിക്കണം. ആ സ്നേഹം നമ്മിൽ ചൊരിഞ്ഞ് ആ സൃഷ്ടിച്ച നമ്മളെയാണ് ദൈവത്തിന് വേണ്ടത്. അല്ലെങ്കിൽ ദൈവത്തിന് പുതിയ മനുഷ്യവർഗത്തെ സൃഷ്ടിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാതിരുന്നത്? ആ ദൈവം ആ ചൊരിഞ്ഞ ആ സ്നേഹം അതിനെ പ്രതിയാണ് നമ്മെ രക്ഷിക്കുന്നത്. അതേപോലെ അവിടുത്തെ സ്വന്തം ഇഷ്ടം അതുമനുസരിച്ചുമാണ് നമ്മെ രക്ഷിക്കുന്നത്. അല്ലാതെ നമ്മെക്കൊണ്ട് ആരാധിപ്പിച്ച് നമ്മെ സ്തുതിപ്പിച്ച് അങ്ങനെ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല. ദൈവത്തിന് എല്ലാ മഹത്വമുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം അഗ്രാഹ്യമാണ്, നമുക്ക് ഗ്രഹിക്കാൻ പോലും കഴിയാത്തതാണ്. ഇവിടെ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ആ ദൈവത്തെ ആരാധിക്കാനും സ്തുതിക്കാനും വേണ്ടിയാണ്. ആ ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മിൽ ചൊരിഞ്ഞ ആ സ്നേഹം അത് വീണ്ടും ഉണ്ടായി കാണാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് നമ്മെ രക്ഷിക്കാൻ ഇറങ്ങി വന്നത്. അപ്പോൾ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം, അതിനേക്കാൾ വലിയ ഒരു സ്നേഹമില്ല. മനുഷ്യൻ ആ ദൈവത്തിൻ്റെ ആ സ്നേഹം ഉപേക്ഷിച്ചിട്ടാണ് ഈ പാപത്തിലേക്ക് വന്നത്. അതുകൊണ്ട് അവിടുന്ന് ആ സ്നേഹം നമ്മിൽ ഉണ്ടാകേണ്ടതിന് തന്നെയാണ് അവിടുന്ന് വീണ്ടും നമ്മെ രക്ഷിക്കുന്നത്. ആ സ്നേഹം നമ്മിൽ ഉണ്ടാകണമെങ്കിൽ നാം ആദിയിൽ ക്രിസ്തുവിലുണ്ടായിരുന്ന അതേ സ്നേഹം ഉണ്ടാകണമെങ്കിൽ നാം വീണ്ടും ആ ക്രിസ്തുവിലാകണം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആ പിതാവായ ദൈവം തൻ്റെ പുത്രനെ, തൻ്റെ വചനത്തെ ഭൂമിയിലേക്ക് നമ്മുടെ അടുത്തേക്ക് അയച്ചത്. നമ്മുടെ പോലെ തന്നെ ഒരു പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചത്. ആ സ്നേഹമാണ്, ആ പിതാവിൻ്റെ സ്നേഹമാണ് വലിയ സ്നേഹം. ഇവിടെ വചനത്തിൽ പറയുന്നത് എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3 നിലനിൽക്കുന്നു. അതിൽ തന്നെ സ്നേഹമാണ് സർവോത്കൃഷ്ടമെന്ന് പറയുന്നു. നമ്മളിൽ ഈ സ്നേഹം പിതാവായ ദൈവം നമ്മിൽ ചൊരിഞ്ഞപ്പോൾ നമ്മിലുണ്ടായിരുന്ന അതേ സ്നേഹം. ഈ സ്നേഹം ഉണ്ടാകുന്നത് വിശ്വാസം എന്താണ്? ആ പിതാവായ ദൈവം ഭരമേൽപ്പിച്ച സുവിശേഷം, തൻ്റെ പുത്രനെക്കുറിച്ചുള്ള ആ സുവിശേഷം, പൗലോസിനെ ഭരമേൽപ്പിച്ച ആ സുവിശേഷം, അതിൻ്റെ കേൾവിയിൽ നിന്ന് ഉണ്ടാകുന്ന ആ വിശ്വാസം, ആ സുവിശേഷം കേട്ട് വിശ്വസിക്കുമ്പോൾ നിന്നിലുണ്ടാകുന്ന പ്രത്യാശ, ആ പ്രത്യാശയിലൂടെ നിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ആ സ്നേഹം, അതാണ് ദൈവത്തിന് വേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, വിശ്വാസവും ഈ പ്രത്യാശയും ഉണ്ടായിട്ടും നിന്നിൽ സ്നേഹമില്ലെങ്കിൽ, പലരും സ്വാർത്ഥ കാര്യങ്ങളിൽ മുഴുകി സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. അതാണ് പറഞ്ഞത്, സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ വിശ്വാസം എന്തെങ്കിലും വസ്തുവിൻ്റെ കാഴ്ചയിൽ നിന്നല്ല, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിന്നല്ല. പൗലോസ്ലീഹ നൽകിയ സുവിശേഷം അനുസരിച്ച് ഇത് കേൾവിയിൽ നിന്നാണ്. ഈ വിശ്വാസം ഒരു കാഴ്ചയോ ഒന്നും ഇതിലില്ല, ഒരു പ്രവൃത്തിയോ ഇല്ല. അതേപോലെ തന്നെ അപ്രത്യാശയും അങ്ങനെ തന്നെയാണ്. മനസ്സിലായ? അപ്രത്യാശ എന്താണ്? ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ ലഭിക്കുന്ന, സുഖമായിട്ട് ജീവിക്കുന്ന ആ പ്രത്യാശ ഒന്നുമല്ല. ഈ ഭൂമിയിലുള്ള യാതൊരു കാര്യമായിട്ട് ഈ പ്രത്യാശയ്ക്ക് ഒരു ബന്ധവുമില്ല. ഈ പ്രത്യാശ അവനോടുകൂടെയുള്ള സഹവാസമാണ്, അവനോടുകൂടെ നാം വാഴുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നവ നാം കണ്ടിട്ടില്ല. മനസ്സിലായ? നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ നമ്മുടെ കണ്ണുകൾ കണ്ടിട്ടില്ല, ഒന്നും ഗ്രഹിച്ചിട്ടില്ല. മനസ്സിലായ? അപ്പോൾ ഇതൊന്നും വിഷനില്ല, നമ്മൊന്നും
കണ്ട, ഒന്നും കാണാത്തതിനാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയാണ് നമ്മിലുണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഈ വിശ്വാസമോ അത് കേൾവിയിൽ നിന്നും, ഒരു കാഴ്ച അവിടെ ഇല്ല. ഒരു അപ്പത്തിൻ്റെയോ ഒരു പാനപാത്രത്തിൻ്റെയോ ഒരു കാഴ്ചയില്ല. ഇത് പൂർണ്ണമായും ആ കേൾവിയാണ്. അതേപോലെ തന്നെ പ്രത്യാശയും നമ്മളൊന്നും കാണുന്നില്ല. എല്ലാം ഈ വിശ്വാസത്തിലൂടെ ഉണ്ടാകുന്ന പ്രത്യാശയാണ്. അവനോടുകൂടെ നാം വാഴും, അവനോടുകൂടെ നാം അവൻ നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രത്യാശയാണ്. ഇതെല്ലാം നമ്മിലുണ്ടായിട്ട് നമ്മിൽ രൂപപ്പെടുന്ന ആ സ്നേഹമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. ഈ വിശ്വാസവും ഈ പ്രത്യാശയുമാണ് എന്നേക്ക് നിലനിൽക്കുന്നത് അല്ലേ. ഈ വിശ്വാസവും ഈ പ്രത്യാശയും ഉണ്ടെങ്കിൽ നിന്നിൽ ദൈവം യേശുക്രിസ്തുവിൽ അന്ന് ചൊരിഞ്ഞ ആ സ്നേഹം ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇവിടെ ഈ ലോകത്തിൻ്റെ കാഴ്ചയോ, ലോകത്തിൽ നമുക്ക് ലോകം മുഴുവൻ നേടുന്ന ആ സ്നേഹമല്ല. ലോകം മുഴുവൻ നേടിയാലും എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രയോജനമില്ലാണെന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതേപോലെ ഈ ലോകം മുഴുവൻ നമ്മൾ സമ്പത്ത് മുഴുവൻ ദാനം ചെയ്താലും ഒരു പ്രയോജനമില്ല അല്ലേ. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളല്ല ഈ വിശ്വാസവും പ്രത്യാശയും എന്ന് പറയുന്നത്. ഒരു കാഴ്ചയാലുമല്ല, കാണുന്ന ഒരു വസ്തുക്കളുടെ വിനിയോഗത്താലുമല്ല. ഇത് കൊടുക്കുകയോ നൽകുകയോ വഴിയൊന്നും ലഭിക്കുന്ന ഒരു സ്നേഹമോ പ്രത്യാശയോ അല്ല. അതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ലോകകാര്യങ്ങളിൽ വ്യാപരിക്കുന്ന സ്നേഹം, അതെല്ലാം അന്തരീക്ഷ ശക്തികളുടെ കീഴിലായിരിക്കുന്ന അവരുടെ ഇടയിലുള്ള സ്നേഹമാണ്. ഇത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, അനന്തമായ സ്നേഹമാണ് അല്ല, എന്നേക്ക് നിലനിൽക്കുന്ന സ്നേഹമാണ്. ഇത് നമ്മിൽ മുന്നേ ചൊരിഞ്ഞിരുന്ന സ്നേഹമാണ്. ഇത് വലിയ സ്നേഹം. പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ ശരീരമാക്കി നമ്മളെ മാറ്റുന്ന ആ വലിയ സ്നേഹം, പിതാവായ ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹം തിരിച്ചറിയാതെ പോകുന്നതിനാണ് അന്ധത എന്ന് പറയുന്നത്. മനസ്സിലായ? അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മനസ്സിലായ? യേശു ക്രിസ്തുവാകുന്ന വെളിച്ചം ഉദിച്ചു, ആ യേശു ക്രിസ്തുവാകുന്ന ജ്ഞാനം ഉദിച്ചു. ഇപ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്ന വിജാതീയരായ നമുക്കിതാ സുവിശേഷമാകുന്ന പ്രകാശം നൽകി. അതിലൂടെ വിശ്വാസവും പ്രത്യാശയും ഉളവായി നമ്മിൽ സ്നേഹരൂപപ്പെടാനാണ്. അപ്രകാരം നാം ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിതാവായ ദൈവം നമ്മോട് കാണിച്ച വലിയ ദയയാണ് യേശു ക്രിസ്തു. അവിടുന്ന് ദാനമായി, സൗജന്യമായി, മനസ്സിലായോ, ഒരു ദർശനമോ ഒരു കാഴ്ചയാലോ ഒന്നുമല്ല അല്ലേ. വിശ്വാസം, കേൾവിയിൽ നിന്നുള്ള വിശ്വാസം, അതിനായിട്ട് ദൈവം ദാനമായി നൽകിയത്, അതിനായിട്ട് ദൈവം നൽകിയത് സുവിശേഷമാണ്, സുവിശേഷ പ്രസംഗമാണ്. ഇന്നത്തെ പോലെ ഒരൊറ്റ വൈറലായി ലോകം മുഴുവൻ വ്യാപരിക്കുന്ന ഒരു സിസ്റ്റവും ഇല്ലാതിരുന്ന കാലത്ത് ഈ ലോകത്തിലെ ഒരു ചെറിയ രാജ്യത്ത് പിതാവായ ദൈവം കാണിച്ച ആ വലിയ സ്നേഹം, ആ ഒരു ചെറിയ രാജ്യത്ത് നടന്ന ആ സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ, ഇതെങ്ങനെ ലോകം മുഴുവൻ ഇന്നും നിലനിൽക്കുന്നത്? പത്രോസിലൂടെ ലോകമെങ്ങും ചിതറിക്കപ്പെട്ട ആ യഹൂദന്മാരുടെ ഇടയിലൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. പൗലോസിലൂടെ ലോകമെങ്ങുമുള്ള വിജാതീയരുടെ ഇടയിലേക്കും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടുകൊണ്ട് ഇന്നും ഇത് അത് ദൈവശക്തിയാൽ തന്നെ ഇന്നും ഈ സുവിശേഷം നിലനിൽക്കുന്നു. സർവ്വതും സൃഷ്ടിച്ച ഈ ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇന്ന് മനുഷ്യവർഗം മുഴുവൻ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ഈ മനുഷ്യവർഗത്തിൽ ഒരു വിഭാഗം അനുഷ്ഠാനങ്ങളിലൂടെ ആ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു. എവിടെയോ ദൈവകൃപയാൽ, വിശ്വാസത്താൽ ദൈവത്തെ പിന്തുടരുന്ന ഒരു ചെറിയ വിഭാഗമുണ്ടെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ആ ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടിയാണ് പൗലോസ് ലേഖയിലൂടെ നൽകിയ യാതൊരു അനുഷ്ഠാനവുമില്ലാത്ത ഈ സുവിശേഷം പറയാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. ആ പ്രസംഗത്തിൻ്റെ കേൾവിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രവൃത്തിയോ ഒരു കാഴ്ചയോ അല്ലാതെ ഉണ്ടാകുന്ന വിശ്വാസം, ഒരു നമ്മൾക്ക് ഒരിക്കലും അറിയാത്ത, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്രിസ്തുവിലുള്ള ആ സഹവാസം, ആ ദൈവം അവിടെ ഒരുക്കിയിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലാത്ത ആ പ്രത്യാശ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഈ സുവിശേഷം, ഇത് പ്രസംഗിക്കാനാണ് ഞാൻ ആ പൗലോസ് ലേഖയിലൂടെ പിന്തുടർന്ന് ഇപ്പോൾ ഇതെല്ലാം പറയുന്നത്. നമുക്കറിയാം, നല്ല വിത്തിൻ്റെ ഇടയ്ക്ക് കളകൾ വളരും എന്ന് പറഞ്ഞ പോലെ എല്ലാ വൃക്ഷങ്ങളും പടർന്ന് പന്തലിക്കും അല്ലേ. എല്ലാ കളകളും വചനമാകുന്നതെല്ലാം പടർന്ന് പന്തലിക്കും. ദൈവം ഒരിക്കലും ഇറങ്ങി വരും, എല്ലാം പറിച്ചെടുക്കും. അപ്പോൾ ദൈവം ആ നല്ല വിത്തിനെ ദൈവത്തോടു കൂടെ ചേർക്കും. നിങ്ങൾ വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങളെ നയിക്കുന്നവൻ പൗലോസ് ലേഖയെ പോലെയാണോ, നമ്മുടെ അപ്പോസ്തലന്മാരെ പോലെയാണോ, അവർ ഒരുക്കിയ വഴിയിലൂടെയാണോ എന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.
എന്താണ് പറഞ്ഞിരിക്കുന്നത്? സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് പ്രതിച്ഛായിക്കാൻ അനുസൃതമായ പുതിയ മനുഷ്യനെ ധരിക്കുന്നത് സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ടാണ്. ഇത് ദൃശ്യമല്ല നമുക്ക്, അല്ലേ? നമ്മൾ നോക്കുമ്പോൾ ഇത് പുതിയ മനുഷ്യനാണ്. ഇത് ജ്ഞാനം കൊണ്ടാണ്, സുവിശേഷത്തിലുള്ള അറിവ് കൊണ്ട് ധരിക്കുന്നതാണ്. ഇത് വിസിബിൾ അല്ല, നമുക്ക് കാണാൻ കഴിയില്ല. ഈ നമ്മളിലുണ്ടാകുന്ന പുതിയ മനുഷ്യനുണ്ടാകുന്നത് ഇതെല്ലാം ആന്തരികമാണ്. നമുക്ക് വേണ്ടിയിട്ട് പൗലോസിലേക്ക് ഭരമേൽപ്പിച്ച ദൗത്യം ആണ് സുവിശേഷം നമുക്ക് നൽകുക എന്നുള്ള ദൗത്യമാണ് പൗലോസിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി ശുശ്രൂഷകനായിരിക്കുന്നത്. അതെ, പൗലോസിലേക്ക് വെളിപ്പെടുന്നത് വചനമാണ്, പൂർണ്ണമായ വചനമാണ്. നിയമാനുഷ്ഠാനങ്ങളിലൂടെ വഴി നടത്തുന്നത് കട്ടി കുറഞ്ഞ ആഹാരം കഴിക്കുന്നത് പോലെയാണ്. ഈ സുവിശേഷത്തിലൂടെ വഴി നടത്തുന്നത് കട്ടിയുള്ള ആഹാരമാണ്. ഓരോ നിയമാനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം നൽകി ദൈവം ഒരു ജനതയെ, ഇസ്രായേലിനെ നയിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് അവരിൽ സ്നേഹം ഉണ്ടാകാൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളിലും ഈ സുവിശേഷം നൽകി നമ്മളെ നയിക്കുമ്പോഴും ഈ വിശ്വാസം, പ്രത്യാശ അതിലൂടെ കടന്ന് നിങ്ങളിലും ഈ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ദീർഘക്ഷമയുള്ള ആ സ്നേഹം മനസ്സിലാക്കണം. മനസ്സിലായ? ലോകം ദുഷിച്ചു പോയപ്പോൾ ദൈവം പ്രളയം അയച്ചു, എന്നിട്ടും 8 പേരോളം ദൈവം രക്ഷപ്പെടുത്തി. ആ സ്നേഹം വീണ്ടും ജനത ദുഷിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് ഒരു അബ്രഹാമിനെ വേർതിരിച്ച് വിളിച്ച്, മനസ്സിലായ? അപ്പോഴും ദൈവം മനുഷ്യരെ കൈവിടുന്നില്ല, വീണ്ടും രക്ഷിക്കാൻ ദൈവം ശ്രമിക്കുകയാണ്. ഈ ജനത ദൈവത്തെ അനുസരിച്ചും പിന്നെ ദൈവത്തെ ദുഃഖിപ്പിച്ചും ദൈവത്തിനെതിരെ പ്രവർത്തിച്ചും ദൈവത്തിന് കോപമേറ്റ് വാങ്ങിയും അപ്പോൾ ദൈവം വീണ്ടും എത്രയധികം ക്ഷമ കാണിച്ച് പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളയാതെ ദൈവം വീണ്ടും ആ ദൈവത്തിൻ്റെ ക്ഷമ, ദയ, കാരണം എത്ര വലിയതാണ്. അങ്ങനെ ദൈവം മനുഷ്യരെ സൃഷ്ടിച്ച കാലം മുതൽ ഇന്നോളം ദൈവം മനുഷ്യരുടെ ഈ ചെയ്തികൾ കണ്ട് ദൈവം എത്രമാത്രം നമ്മളോട് ക്ഷമ കാണിക്കുന്നു. കാരണം ദൈവത്തിനറിയാം നാം വെറും ജഡമാണ്, മനുഷ്യരായ നാം വെറും ജഡമാണ്. അവൻ തിരിച്ചു വരാത്ത കാറ്റ് പോലെയാണ്. ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ദൈവം ബലഹീനരായ നമ്മോട് ഇത്രയധികം കരുണ കാണിക്കുന്നത്. എന്നിട്ടും നമ്മൾക്ക് നൽകിയ ഈ സുവിശേഷം നമ്മെ രക്ഷിക്കുമെന്ന് അറിയാതെ എത്രയോ ജനങ്ങൾ ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത്, പ്രവചനപരമുണ്ടായാലും ഭാഷാപരമുണ്ടായാലും മലകളെ മാറ്റുന്നൊക്കെ വിശ്വാസമുണ്ടായാലും നമ്മിൽ രൂപപ്പെടേണ്ടത് ദൈവം നമ്മിൽ ചൊരിഞ്ഞ സ്നേഹമാണ്. സർവസമ്പത്തും ദാനം ചെയ്താലും, അല്ലേ? നമുക്കറിയാം സർവ്വസമ്പത്ത് നേടിയാലും ഒരു പ്രയോജനമില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും ഈ രക്ഷ കിട്ടില്ല. ഈ ഭൂമിയും സർവ്വതും ദൈവത്തിൻ്റെതാണ്. ഇത് ദാനം ചെയ്തിട്ടോ നമ്മുടെ ശരീരം, ഈ ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഈ ജഡത്തിലെ ഒരു അനുഷ്ഠാനവും നമ്മെ രക്ഷിക്കില്ല. ഈ ജഡം നമ്മെ ദഹിപ്പിക്കാൻ വിട്ടു കൊടുത്താലും ഒരു പ്രയോജനവുമില്ല. അതാണ് നമ്മെ രക്ഷിക്കുന്നത് ഈ സുവിശേഷ പ്രസംഗം മാത്രമാണ്, അല്ലയാ? ഇതെല്ലാം നമ്മൾ ഈ ശരീരം കൊണ്ടോ നമ്മുടെ മറ്റുള്ള പ്രവർത്തികൾ കൊണ്ടോ എന്ത് ചെയ്താലും നമ്മിൽ സ്നേഹമില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നമുക്ക് പലരും ഇവിടെ ദാനധർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലൊക്കെ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കുന്നവരുണ്ട്, അല്ലയാ? ഇവിടെ രക്ഷ പ്രാപിക്കുന്നത് സുവിശേഷത്തിലൂടെയാണ്. ഇവിടെ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, അല്ലേ? നിങ്ങൾ നോക്ക്, ആരുടെ സ്നേഹമാണ് ദീർഘക്ഷമയുള്ള സ്നേഹം? ദൈവത്തിൻ്റെതാണ്. പിതാവായ ദൈവം യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച ആ സ്നേഹമാണ് ദീർഘക്ഷമയുള്ളത്. ഈ സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, അസൂയപ്പെടുന്നില്ല, അഹങ്കരിക്കുന്നില്ല. ഇപ്രകാരമുള്ള സ്നേഹമാണ്. ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നാം സുവിശേഷം, സത്യസുവിശേഷം, പൗലോസ്ലീഹ നൽകിയ സുവിശേഷം, അനുഷ്ഠാനങ്ങളില്ലാത്ത സുവിശേഷം ഗ്രഹിക്കണം. ഈ സ്നേഹം നിങ്ങൾ ഈ സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, അല്ലേ? കാരണം ഈ സ്നേഹമുള്ളവൻ, ഈ വിശ്വാസത്തിൽ വന്നവൻ എല്ലാ മനുഷ്യരെയും തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണും. അതാണ് ഈ ദൈവം നമ്മിൽ നിശ്ചയിച്ച സ്നേഹം. മോശമായി പെരുമാറുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഒരാളെ ഉപദ്രവിക്കരുത്, അവരിന് ശത്രുവിനെ സ്നേഹിക്കുക. കാരണം നിന്നിൽ ഈ സ്നേഹം ഉണ്ടാക്കണം. അപ്പോൾ നീ പ്രതികാരം ചെയ്യണ്ട, നീ ശത്രുവിനെ ദോഷിക്കരുത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ഈ സ്നേഹം നിന്നിലുണ്ടാകാനാണ്. അതുകൊണ്ടാണ് അവനോട് ക്ഷമിക്കുക, പ്രതികാരം എൻ്റേതാണ്, ഞാൻ വീട്ടുമെന്ന് പറഞ്ഞത്. ഈ സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഈ ഭൂമിയിലെ ഈ ലോകത്തിൽ നടക്കുന്ന മനുഷ്യർ എങ്ങനെ പോയാലും സ്വാർത്ഥമാണ്. അവൻ്റെ കാര്യം നോക്കുള്ളൂ, മറ്റുള്ളവർ ഒരു കാര്യം അന്വേഷിക്കില്ല, അല്ലേ? അപ്പം ഇതെല്ലാം സ്വാർത്ഥമായ സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം നോക്ക്. ദൈവം തൻ്റെ സമ്പത്തിൽ നിന്ന് ഇറങ്ങി ദാരിദ്ര്യത്തിലേക്ക് വന്ന സ്നേഹം.
നമ്മെ രക്ഷിക്കേണ്ടതിന്, നമ്മെ സമ്പന്നരാക്കേണ്ടതിന്. അതിലേയും വലിയ സ്നേഹമുണ്ടോ? അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, അല്ലേ? ഇങ്ങനെയുള്ള സ്നേഹം ഇത് ഇത് ഈ ഭൂമിയിലുണ്ടോ? നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സ്നേഹമൊന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹം. അത് വിവേചനമോ വേർതിരിവോ അല്ല, എൻ്റെയാണ് ഞങ്ങളുടെയാണ് രാജ്യങ്ങൾ തിരിഞ്ഞോ ഒന്നുമില്ല. ഇത് മനുഷ്യവർഗത്തെ മുഴുവൻ സ്നേഹിക്കുന്ന സ്നേഹമാണിത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹം സകലതും വിശ്വസിക്കുന്നു, സകലതും അതിജീവിക്കുന്നു, അല്ലേ? സകലത്തെയും സ്നേഹിക്കുന്നു. ഈ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായ. നമുക്ക് കിട്ടുന്ന അറിവും വിജ്ഞാനവും ഇതെല്ലാം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അത് അവിടെ നിൽക്കും, മനസ്സിലായ. എല്ലാം പൂർണ്ണമായും ഗ്രഹിച്ചു കഴിയുമ്പോൾ അവിടെ നിൽക്കും. പക്ഷേ എന്നിട്ടും ഒരിക്കലും അവസാനിക്കാതെ പിന്നെയും അനന്തമായിട്ട് യുഗങ്ങളോളം തുടർന്നു പോകുന്നതാണ് ഈ സ്നേഹം. അതുകൊണ്ടാണ് പറഞ്ഞത് സ്നേഹം അനന്തമാണ്. ആ സ്നേഹം ദൈവമാണ്. ആ ദൈവത്തിലേക്കാണ്, ആ സ്നേഹത്തിലേക്കാണ് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇപ്രകാരം ഉണ്ടാകേണ്ട സ്നേഹത്തെ ദുഷിപ്പിക്കാനാണ് ഈ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് മനുഷ്യരുടെ ഇടയിൽ കയറിയിരിക്കുന്നത്. അതാണ് പറഞ്ഞത് നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്, അല്ലേ? നമ്മുടെ അറിവ്, ഈ അനുഷ്ഠാനങ്ങളിലുള്ള അറിവ്, നിയമത്തിൻ്റെ വഴി നടത്തിച്ചിരുന്ന അത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള അറിവ്, അല്ലേ? ഇതെല്ലാം അപൂർണമാണ്, അല്ലേ? പൂർണ്ണമായവ വരുമ്പോൾ, അല്ലേ? ആ യേശു ക്രിസ്തു ഇസ്രായേലിൽ പ്രവർത്തിച്ച പ്രവൃത്തികളെ കുറിച്ചുള്ള സുവിശേഷം പൗലോസ്ലീഹയിലൂടെ നൽകിയതാണ് പൂർണ്ണമായ അറിവ്. ഈ സുവിശേഷ പ്രസംഗമാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷമാണ് ഈ പൂർണ്ണമായ അറിവ് വരുമ്പോൾ, അല്ലേ? അപൂർണമായത് നമ്മുടെ അറിവും ആ ജ്ഞാനവും, ഇന്ന് പലരും ചെയ്യുന്ന അനുഷ്ഠാനങ്ങളുടെ അറിവ് ഇതില്ലാതെയാകും, അല്ലേ? അത് ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. പക്വത വന്നപ്പോൾ അത് മാറി. അപ്പോൾ ആ ശിശുവിനെ പോലെ ആ നിയമങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആ അറിവുകൾ ഇത് മാറി, പൂർണ്ണമായത് വന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വന്നു. ഈ സുവിശേഷത്തിലൂടെ എപ്രകാരമാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങൾ റോമാധ്യായം തൊട്ടിൽ ഇതുവരെ വിവരിച്ചു തന്നിട്ടുണ്ട് ഞാൻ. അതാണ് പറഞ്ഞ പക്വത വന്നു, കട്ടിയുള്ള ഭക്ഷണം വന്നു, സുവിശേഷ പ്രസംഗം വന്നു. ഇന്നും ഇത് സ്വീകരിക്കാതെ വീണ്ടും ആ പാൽ കുടിക്കുന്ന പോലെ അനുഷ്ഠാനങ്ങളുടെ പിറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, മനസ്സിലായ. നമ്മൾ ഒരു വിഷനില്ല, നമുക്കൊരു കാഴ്ചയില്ല. നമ്മളിപ്പോൾ ഈ വിശ്വാസം വഴി ദൈവത്തെ നമ്മൾ അവ്യക്തമായിട്ടാണ് കാണുന്നത്, അല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ പല കാഴ്ചകളുണ്ടാവും, പല പാനപാത്രങ്ങളും പല അപ്പങ്ങളും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇതിലൂടെ ഒരു കാഴ്ച നമുക്കിവിടെ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ അവ്യക്തമായിട്ട്, മനസ്സിലായ, ഭാഗികമായിട്ട് അറിയുന്നു എന്ന് പറഞ്ഞ പോലെ അവ്യക്തമായിട്ട് അറിയുന്നു. കാരണം നമുക്കിപ്പോഴെല്ലാം വിശ്വാസത്താലാണ്. നമ്മളിലൂടെ ആന്തരിക മനുഷ്യൻ രൂപപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാം അദൃശ്യങ്ങളാണ്, മനസ്സിലായ. അദൃശ്യങ്ങളായതെല്ലാം അനശ്വരങ്ങളാണ്. ഈ ദൃശ്യങ്ങളായതെല്ലാം നശ്വരങ്ങളാണ്. അതുകൊണ്ടാണ് അത് ഒരു പ്രവൃത്തിയിൽ നിന്നെ രക്ഷപ്പെടുത്തില്ല. ഒരു പാനപാത്രമോ അപ്പമോ ആവുന്ന ദൃശ്യത്തിലൂടെ നീ രക്ഷ പ്രാപിക്കില്ല. അതിലൊന്നും ദൈവമില്ല. അതാണ് ഇവിടെ ഇപ്പോൾ ഭാഗികമായിട്ട് അറിയുന്നു എന്ന് പറഞ്ഞത്, അല്ലേ? ഈ ഒരു കാഴ്ചയോ ഒരു ഇത് ഒന്നുമില്ല ഇവിടെ. ഈ സുവിശേഷ പ്രസംഗം കേൾക്കുന്ന അവിശ്വാസം മാത്രമാണ് ഇവിടെ ഉള്ളത്, അല്ലേ? ഒരു കാഴ്ചയുമില്ല. എന്നാൽ നമ്മൾ ഭാഗികമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രത്യാശയുണ്ടല്ലോ. നമുക്ക് യേശുവിനോട് വായുമെന്നുള്ള പ്രത്യാശ ഉണ്ടല്ലോ. അവിടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നവ പ്രത്യാശ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അറിയും. മുഖാഭിമുഖം നാം ദൈവത്തെ ദർശിക്കും. ഇപ്പോൾ ഒരു കാഴ്ചയോ ഒന്നുമില്ല. ഒരു കാഴ്ചയുണ്ടാകും, ഒരു മുഖാമുഖം, ഒരു ദർശിക്കലുണ്ടാകും. പക്ഷെ ഇപ്പോൾ ഒരു കാഴ്ചയിലൂടെയോ ഒരു പ്രവൃത്തിയിലൂടെ നമുക്കൊരു രക്ഷയില്ല, ഒരു അനുഷ്ഠാനമോ പ്രവൃത്തിയില്ല. മനസ്സിലാക്കുക, വിശ്വാസം കേൾവിയിൽ നിന്ന്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്, അതിൽ നിന്നുണ്ടാകുന്ന പ്രത്യാശ, ആ വിശ്വാസം, പ്രത്യാശ, ഈ സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇതിൽ സ്നേഹമാണ് സദ്ബോധക്കിഷ്ടം, മനസ്സിലായ. സ്നേഹം ദൈവമാണ്. ആ ദൈവത്തിലേക്കുള്ള എന്നേക്കുമുള്ള ജീവിതമാണ്. ദൈവത്തോടു കൂടെയുള്ള വാഴുന്നതാണ്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താനാണ്. അല്ലാതെ ദൈവത്തിൽ നിന്നകന്ന് ഇപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് സ്വത്തും മേടിച്ച് വേറെ പോയി ജീവിക്കുന്നത് പോലെ ആ ദൈവം സൃഷ്ടിച്ചു, ഇനി ഞങ്ങൾ ജീവിച്ചോളാം, അങ്ങനെ ഒരു ജീവിതമില്ല, അല്ലേ? നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും വേണ്ടിയിട്ടാണ്, ദൈവത്തിൻ്റെ സ്തുതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അവിടത്തോടു കൂടെയാണ്. അല്ലാതെ ഈ ലോകത്തിലുള്ള പ്രത്യാശയാണ് വച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും നിർഭാഗ്യവാന്മാരാണ്.
അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ക്രിസ്തുവിൽ നിന്ന് നിന്നെ അകറ്റാൻ എന്തിനു കഴിയും? പട്ടിണിയോ രോഗമോ വാളോ ആപത്തോ ഒന്നിനും കഴിയില്ല. ഇങ്ങനെയുള്ളവരെയാണ് ദൈവം തൻ്റെ രൂപത്തോട് അനുയോജ്യരാക്കുന്നത്. തൻ്റെ സ്നേഹത്തിലേക്ക് നമ്മിൽ ചൊരിഞ്ഞ ആ ആനന്ദമായ സ്നേഹം, നമ്മൾ യുഗങ്ങൾക്ക് മുമ്പേ നമ്മിൽ ചൊരിഞ്ഞ അതേ സ്നേഹം തന്നെയാണ് നമ്മിൽ വീണ്ടും ഇപ്പോൾ രൂപപ്പെടാൻ പോകുന്നത്. അത്യുന്നതനായ ദൈവമേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നത് എത്ര ഉചിതം. യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവത്തെ നന്ദി പറയുന്നു.